ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിക്കുള്ള പുതിയ ഫ്ലാറ്റ് നമ്മളിത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കസ്റ്റമർ ഒരു പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളൊരു ഫോണുണ്ട്. അത് മേടിക്കാൻ വേണ്ടി പോകണം. പിന്നെ അതേപോലെ തന്നെ പിള്ളേരെ സ്കൂളിൽ പിന്നെ ട്യൂഷന് പോയിട്ടുണ്ട്, അവരെടുത്ത് കൊണ്ടുവരും വേണം. ഞാൻ ഇന്ന് ഇടയ്ക്കത് കയറി വന്ന് നോക്കിയത് അവിടെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. ഓക്കെ, സാജിക്കുള്ള ഫ്ലാറ്റുകൾ ക്ലീൻ ആക്കിയപ്പോഴത്തേനെ വിയർത്ത് ഇതിവിടെ ഇങ്ങനെ ഒളിച്ച് അതിക്കൂടെ ഇങ്ങനെ പോയി സത്യം. അപ്പോൾ ഞാൻ ചട്ടിയും കാലം പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 തുണി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാജിക്ക്. അപ്പോൾ അതിന് നല്ല പിങ്ക് കളറോടടുത്ത് രണ്ടും ചെയ്തതാണ് ഞാൻ ഇതാക്കിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജി കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിച്ച് സെറ്റാക്കി വെക്കണം. അയ്യോ അമ്മേ ചൂട്, ചന്തി പുള്ളി. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കുറേ ആളുകൾ കമൻറ്റ് ഇടണം, സാജി മോശക്കാരത്തിയാണ്. അങ്ങനെ ആരപ്പത്ര പെർഫെക്റ്റ് ഉള്ളവര്, ആരപ്പത്ര നല്ലവരുള്ളവര്. ഈ സാജിൻ്റെ വീഡിയോസ് കാരണം എനിക്ക് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. എനിക്ക് വളരെ ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സാജിനായിട്ട് ബന്ധം പുലർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കണ്, എന്നെ ഭയങ്കര മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യാനാ, നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം ഇത്തിരി വലിയ ഒരു ഉമ്മാനെ തെറി വിളിച്ചു. അതിപ്പോൾ എന്തോരം ആളുകൾ സ്വന്തം കുടുംബത്തിന് നടക്കേണ്ടത് അത് അറിയാണ്ട് അവരപ്പോഴത്തെ ഒരു ഫ്രസ്ട്രേഷനിൽ അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഉമ്മയായിട്ടുള്ള കുറേ എന്തായാലും ഞാനും ഇതേ ഒരു ഫേസ് ഞാൻ ചെയ്തതാട്ടോ. സമൂഹം മൊത്തത്തിൽ നമ്മളെ കുറ്റം പറഞ്ഞപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ നമ്മളിപ്പോൾ കൂടെ നിൽക്കും. എല്ലാവരും ഒന്നും നമ്മൾ കെട്ടിയിട്ടൊന്നുമില്ല, നമ്മളാരെയും കെട്ടാനും പോയിട്ടുമില്ല. എന്നാലും നമ്മളെ കൂടെ മാനസികമായിട്ടും ഒക്കെ നമ്മളെ കൂടെ നിന്നപ്പോഴാണ് നമുക്ക് ഇതിനുള്ളൊരു ത്വര വന്നത്. കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയിക്കാറുണ്ട് എന്തോരം ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം കുറ്റം പറയുമ്പോഴത്തേന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം ഒന്ന് വില നിർത്തുക. എന്താ ഇപ്പം നിങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഒരാളെ കുറ്റം പറയുമ്പം. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സാജിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഫ്ലാറ്റ് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ എടുത്തു തരാം. എൻ്റെ പപ്പയുടെ മുതലുണ്ട് കുറേ ഫ്ലാറ്റുകൾ. ഞാൻ പപ്പയുടെ അവിടെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ഫ്ലാറ്റ് എടുത്ത് കൊടുത്തു. അവരെ പാടെ എനിക്ക് അവർ പൈസ തന്നു, ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു. അവർക്ക് ഇവിടെ എന്തൊക്കെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ മേടിച്ചു കൊടുക്കണം. ഫ്ലാറ്റ് ക്ലീനാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനൊരു ജോലിക്കാരത്തിനെ അവിടെ കൊണ്ടുപോയാക്കിയേണ്ടത് ഇത് ഞാൻ ക്ലീനിങ് നടക്കുന്നുണ്ട്. അവരോട് ഒരു മനസ്താപം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇതേമാർക്ക് എൻ്റെ എക്സ് വൈഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സായി, ഞാനൊരു നാട്ടും പുറത്തുകാരിയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയതുകൊണ്ട് എന്നെ വേണ്ടാണ്ട് ഇട്ടിട്ട് വേറെയുള്ള പെണ്ണുങ്ങളെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകളൊക്കെ ബാസ്റ്റ് ഓഫ് ലൈഫിൽ കുറേ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ. ഇനിയിപ്പോൾ ഞാൻ സിംഗിളോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കല്യാണം കഴിച്ച പെണ്ണിന് എന്നിട്ട് ഞാനിപ്പോൾ അവിടെ പോണേനും ഇവിടെ പോണേനും ഒന്നും ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. എന്നെ കൂട്ടിലിട്ട് തത്തനെ പോലെ വളർത്തുന്നൊന്നുമില്ല. അപ്പം നമുക്കിപ്പോൾ സാജിനായിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയാണ് സാജി ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നതും അതുപോലെ തന്നെ അവൾക്കിപ്പോൾ ഫ്ലാറ്റ് എടുക്കാൻ എനിക്ക് നന്നായിട്ട് സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്നെ അതേപോലെ തന്നെ എൻ്റെ എക്സ് വൈഫ് കാണിച്ചിട്ടുള്ള ഒരുപാട് മോശമായിട്ടുള്ള പ്രവൃത്തികളുണ്ട്, മനസ്സിലായോ? ഞാൻ കുട്ടികളെ കൊല്ലാൻ കൊണ്ടുപോയി, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതുപോലെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടുകൊണ്ട് വലിച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ തെറി വിളിക്കുക, എന്നിട്ട് ലൈവ് ഇട്ടാൽ അതിൽ പോയി തെറി പറയുക, ചൊറിയാൻ ഫേക്ക് ഐഡി ഉണ്ടാക്കിയാണ്ട് പോയി ചൊറിയുക. കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും പ്രതികരിച്ചു പോകും, അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണക്കിന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 5 കുട്ടികളങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാതെ നോക്കുന്നുണ്ടല്ലോ. പിന്നെ സുഖവും സന്തോഷവും എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് സംഭവം. അപ്പം മഹാന്മാരികളൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിനും യൂട്യൂബിനും ഒക്കെ ഉള്ള മഹാന്മാരികളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ലൈഫൊക്കെ ഒന്ന് എടുത്ത് നോക്കി പൊടി തട്ടിയിട്ട് എന്ത് ചെയ്യുക, അതെങ്ങനെയൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടെടുക്കാൻ പറ്റുമോ നോക്ക്. പിന്നെ അപ്പം പറഞ്ഞു വന്നപ്പം
ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സാജി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ 2 റൂമിൽ AC വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 30,000 അതിൻ്റെ പൈസ ഒക്കെ അയച്ചു തന്നിക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കണ കാര്യമൊന്നുമല്ല, റിച്ച് പീപ്പിളാണ്. 30,000 അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിക്കണം. അപ്പോൾ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം, AC ഒക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി വെക്കണം. പുതിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് AC ഇല്ല. അപ്പം എന്നോട് പറഞ്ഞത് സ്പ്ലിറ്റ് AC തന്നെ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്പ്ലിറ്റാണ് മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് മതി സാജിതാണ് പറഞ്ഞപ്പോൾ 30,000 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വേണ്ട, എനിക്ക് പുതിയ തന്നെ വേണമെന്ന് നടക്കണം. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ റൂമിൽ പഴയ 2 AC ഉണ്ട്, അതുകൊണ്ട് കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് ആ പൈസ ഇങ്ങോട്ട് എടുക്കാറുണ്ട്. പക്ഷേ അത് പറ്റിയില്ല. 30,000 അപ്പം തന്നെ പറഞ്ഞു, സ്പോട്ടിൽ പറഞ്ഞ് പുതിയ AC മതിയെന്ന്. തകർന്നു പോയി. അതുകൊണ്ട് സാജിത കാരണം ഞാനും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് രക്ഷപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്തായാലും അത് നല്ലൊരു തുടക്കമാവട്ടെ. പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത്, ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സെക്കൻഡ് മാരേജ് ആയിട്ടുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത്. ഞാൻ ഫസ്റ്റും അവൾ സെക്കൻഡ് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ വേറൊരാളെ പ്രേമിക്കാൻ വേണ്ടി പോയി. ഒരു 1.5 വർഷം പ്രേമിച്ചു, പിന്നെ ഒരു 3 മാസം പ്രേമിച്ചു, പിന്നെ 4 മാസം എന്നെ പ്രേമിച്ചു. ഞാൻ പിന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, മുറ്റം നിറയെ 10 കുട്ടികൾ വേണം, എന്നിട്ട് എൻ്റെ വൈഫിനെ എനിക്കൊരു സ്കൂൾ ടീച്ചറാക്കണം, സത്യമായിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ എക്സ് വൈഫിനെ ഞാൻ TTCക്കൊക്കെ പഠിക്കാനൊക്കെ പറഞ്ഞു വെച്ചു. 30,000 പഠിക്കണതിൻ്റെ ഇടയിൽ കൂടെ വേറെ വല്ല പഠിത്തത്തിന് പോയി സംഭവം. അത് വേറെ കാര്യം. അപ്പോൾ TTC ഒക്കെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ എന്നോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ TTC പഠിപ്പിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ് 10 കുട്ടികൾ വേണം എന്നുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ബേസിക് ഒരു എഡ്യൂക്കേഷന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാതാവും ഒരു ടീച്ചർ ആവണമല്ലോ. അങ്ങനെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, 30,000 TTC ഒക്കെ പറഞ്ഞേക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അത് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അതേമാതിരി തന്നെ ഞാൻ എന്ത് ചെയ്ത്, കേക്ക് മേക്കിങ്ങിന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അപ്പോൾ കേക്ക് മേക്കിങ് എന്നോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് കേക്ക് മേക്കിങ് പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 10 കുട്ടികൾക്കൊക്കെ പാടെ കേക്ക് മേടിക്കാൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ പൈസ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യും, കേക്ക് മേക്കിങ് പഠിക്ക്. അപ്പോൾ കേക്ക് മേക്കിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാം അല്ലേ. 20 തരാം, വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ 30,000 ഇതേമാതിരിക്ക് ഒരു 6 മാസം കേക്ക് മേക്കിങ്ങിനൊക്കെ പോയി. അവസാനം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കേക്ക് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ കേക്ക് കഞ്ഞി കോരി കുടിക്കണമാർക്ക് സ്പൂണ് കയ്യിലേറ്റ് ഇങ്ങനെ കോരി കുടിക്കേണ്ടി വരും. അതിൻ്റെ അളവും ഇതൊന്നും 30,000 അറിയില്ല. അവസാനം ഞാനാ പഠിച്ച കേക്ക് മേക്കിങ്. എൻ്റെ കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കെട്ടിയോളം ഞാൻ ഇതേമാതിരിക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് 30,000 അപ്പം എന്നോട് ഇതേമാതിരിക്ക് ചോദിച്ചു, എന്തിനാണ് ഫാഷൻ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും തയ്യലൊക്കെ എന്നെ പഠിക്കാൻ. ഞാൻ പറഞ്ഞു, ഈ 10 കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പൈസ ആവും, അപ്പോൾ നീ തന്നെ പഠിച്ചുണ്ടാക്കിയാണ്ട് നീ തന്നെ തയ്ക്ക്. അങ്ങനെ ഞാനത് പഠിപ്പിച്ച് ഞാൻ. മനസ്സിലായോ? ഏതോ ഒരു മയിരതി കൂടെ കയറുന്നത് ഇതാ, ഏതോ പെണ്ണിൻ്റെ ആണ്, ഇനിയിപ്പോൾ പറയണ്ട. അങ്ങനെ പിന്നെ ഞാൻ ഇതേമാതിരിക്ക് ആ കേക്ക് മേക്കിങ്ങും ഫാഷൻ ഡിസൈനൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ 30,000 പഠിപ്പിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് പഠിപ്പിച്ച്. 30,000 പറയുന്നുണ്ടാവും, എൻ്റെ കമ്മൽ വിറ്റിട്ടാണ് ഞാൻ നഴ്സിംഗ് പഠി. ഈ കമ്മൽ എന്താ 2 കിലോ ഉണ്ടോ ഇതിന് മാത്രം. അപ്പോൾ 30,000 ഞാൻ അതേമാതിരിക്ക് എന്ത് ചെയ്ത് നഴ്സിംഗ് പഠിപ്പിച്ചപ്പോൾ എന്നോട് ചോദിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ എന്നെ നഴ്സിംഗ് പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 കുട്ടികൾക്ക് ഒക്കെ പാടെ ഇഞ്ചക്ഷനും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേന് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ജനസൂചി നൂലും പഠിച്ചിട്ട് തുണി കൂടിച്ചാൽ കുത്തിക്കൂട് എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നഴ്സിംഗ് പഠിപ്പിച്ചു. അപ്പം നിർഭാഗ്യവശാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 കുട്ടികൾ പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. അപ്പത്തേനും 30,000 വൈക്ക് പോയി. ഞാൻ എൻ്റെ വൈക്ക് പോയി. 3 കുട്ടികളായി. ഇപ്പം 2 കുട്ടികൾ എൻ്റെ അടുത്ത്, 1 കുട്ടി 30,000 അടുത്തുമാണ്. അപ്പം 2 കുട്ടികളായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ആഗ്രഹം നിറവേറിയില്ല. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാണ്, ഒറ്റ വടിക്ക് 2-ന്ന് 8-ലോട്ടെത്തി, അല്ലെ 3-ന്ന് 8-ലോട്ടെത്തി. നിങ്ങൾ ചിന്തിച്ചാൽ മതി എങ്ങനെ കാര്യങ്ങൾ പോകണമെന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങളൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ടാവും, സാജിനെ കെട്ടാൻ പാടില്ല, സാജിനെ കെട്ടാൻ പാടില്ല. അതിനെന്തിനാ കെട്ടണേ? ആരവിടെ കെട്ടിയേ? ഒരു മിനിറ്റ്, അവിടെ പൈസ കൊടുക്കട്ടെ. എത്ര നോക്കിയാ? 20 റംസ് അല്ലേ. താങ്ക് യു. ഒറ്റ മിനിറ്റ്. അപ്പം ഞാനൊരു ഭയങ്കര ചൂട് കിട്ടോ, വിയർത്തിട്ട് ഒലിച്ചിട്ട് താഴത്തു കൂടെ ഇങ്ങനെ ധാരമായിട്ട് ഒഴുകുകയാണ് വെള്ളം. ഞാൻ വിയർപ്പാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഒരു നന്നായി സർബത്ത് കുടിക്കുകയാണ് വിചാരിച്ച്. നന്നായി സർബത്ത് കുടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇന്നലെ രാത്രി ചെറിയൊരു അവിഹിതം എവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാര്യ. അപ്പോൾ ഒന്നുമല്ല, ഉറക്കത്തിൽ ഇതേമാർക്ക് ഏതൊരു പെണ്ണിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഭാര്യക്ക് ഉമ്മ കൊടുത്തതാണ്. വേറൊരുത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭാര്യക്ക്
ഉമ്മ കൊടുത്തതാണ്. ഭാര്യ പിടിച്ച് പൊട്ടിച്ച് ഫോണൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഫുൾ അവഹിതം. അപ്പോൾ ഒരു iPhone 13 Pro Max അങ്ങനെ കെട്ടുകൾ പിടിച്ചാണ്ട് എന്ത് ചെയ്ത് ബാൽക്കണിയിൽ നിന്ന് നിലത്ത് കെട്ട് താഴത്തേക്ക് കെട്ടിയോ രാവിലെ തിരഞ്ഞു നോക്കുമ്പോൾ ഫോണ് കാണാനില്ല. അങ്ങനെ പിന്നെ മനസ്സോടെ ഇങ്ങനെ രാവിലെ നീച്ചേൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്താണ് കാറിൻ്റെ അടുത്തേക്കാണ് കെട്ടുകൾ ഇട്ടിക്കണത്. ഫ്ലാറ്റിൻ്റെ മേലെ നിന്ന് ഇട്ടിട്ട് നേരെ വന്ന് ചാടിയിരിക്കണത് ഇയാളെ കാറിൻ്റെ അവിടെ വന്നിട്ടാണ് ചാടിയിരിക്കണത് സംഭവം. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ ഈ ഫോണ് കണ്ട് അപ്പം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ മൂപ്പര് ഇതേമാർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫോണുണ്ട്, എങ്ങനെയാണ് അറിയില്ല, ഫോണിന് ജീവൻ വെച്ചോ എന്താണെന്ന് അറിയില്ല, ഫോണ് താഴത്തേക്ക് വീണിക്കുന്ന ഫ്ലാറ്റിൻ്റെ മേലിൽ നിന്ന് താഴത്തേക്ക് നന്നാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് മേടിക്കും വേണം. എന്നിട്ട് പിന്നെ സാജിക്കുള്ള സീലിംഗ് ഫാന് വേണമല്ലോ പുതിയ, ഇപ്പം വന്ന ഓർഡറാണ്. സാജി എന്നെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയാണ് എനിക്കൊരു സീലിംഗ് ഫാനും കൂടി കറങ്ങണ വേണം, ലൈറ്റൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലൈറ്റുള്ള ഫാൻ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക. ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഫാനാണെങ്കിൽ ഇവിടെ ഡേ ടു ഡേയിൽ ഉണ്ടാവും ചെറിയ പൈസക്ക്, കുറേ ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ലൈറ്റ് ഉള്ളത് ഇനി ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക. ഇപ്പം ലൈറ്റുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് LED-ൻ്റെ ചെറിയ ബൾബുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിച്ചൊക്കെയാണ് വിചാരിച്ചത് ഞാൻ. നോക്കട്ടെ, നമുക്ക് അതൊക്കെ മേടിക്കണേ, ഞാൻ കാണിച്ചു തരാം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. സാജി റിച്ചസ്റ്റ് പീപ്പിളാണ്, റിച്ച് ഡാഡിയുടെ മോളാണ്. അതൊക്കെ നിങ്ങളിങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് നടന്നോളി. ഓള് ഈ തെറിയും വെച്ചാണ്ട് ഓള് വലിയ നിലയിലേക്ക് എത്തിയേക്കണ്. നിങ്ങൾ പെരൻ്റെ ഉള്ളിൽ കുത്തരനാണ്ട് ഇങ്ങനെ അതിനെങ്ങനെ തെറി പറഞ്ഞാണ്ട് ഇങ്ങനെ നടന്നോളിട്ടാ. നല്ലൊരു സുന്ദരി പോകുന്നുണ്ടല്ലോ കൂടെ. ഒറ്റ മിനിറ്റ് ഞാൻ അതൊന്ന് നോക്കട്ടെ. കടക്കാരൻ വന്നിട്ട് പറയാണ് നന്നാരി സർവത്തില്ല, പാഷൻ ഫ്രൂട്ടുള്ളൂ. ഈ ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഫാഷൻ ഫ്രൂട്ട് സാധാരണ നമ്മൾ മധുരം ഇട്ടിട്ടല്ലേ കഴിക്കുക. പക്ഷെ ആ ഫാഷൻ ഫ്രൂട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയിട്ട്, നന്നാരി സർവത്തിനകത്ത് പഞ്ചസാര ഇടുമോ എനിക്കറിയില്ല, അത് ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ച് മധുരമൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട്, ശർക്കര ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് ഏലക്കായ് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മിൻറ്റിൻ്റെ ആ ഏലൊക്കെ ഇട്ടുകൊണ്ട് ഒന്നിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര പൊളി, ഭയങ്കര ടേസ്റ്റി കാരണം, ഭയങ്കര ഈ കാരണം സംഭവം. അത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ഫീൽ ചെയ്യുക ആ സമയത്ത് സത്യം. ഇപ്പോൾ ഞാനാ പറഞ്ഞ നന്നാരി സർവത്തുള്ള ശേഷം ഇതാണ് ആ പാഷൻ ഫ്രൂട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആയിക്കാറ്. ഇതിന്റെ അടിയിൽ പാഷൻ ഫ്രൂട്ടിന്റെ കുരു, മേലെ ഇതാരാ വിളിക്കണത്, ഇത് സോഡയിലുണ്ടാക്കി, നല്ല ടേസ്റ്റാണ്. കണ്ണട വെച്ചിട്ടൊരു അമ്മായി വരുന്നുണ്ട് അല്ലാ, പക്ഷെ കണ്ണട വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാണില്ല. അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നില്ല. നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം, ഡെസ്റ്റിനേഷൻ പിടിക്കാം പോയിട്ടാ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേനു, ആ ഒരു ഫോണാണ് കേട്ടോ ഇത് എറിഞ്ഞ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രി ഇതേമാർക്ക് എന്നോട് ആദ്യം പറഞ്ഞ വേറൊരു സ്റ്റോറി ആയിരുന്നു, ഇങ്ങനെ രാവിലെ കിട്ടുള്ളൂ, അത് അങ്ങനെ തന്നെയാണ് സംഭവം. അപ്പം ഇതാണ് ആ ഒരു 13 Pro Max. ഇത് രാത്രി ഇതേമാർക്ക് കെട്ടിയോള് പിടിച്ചാണ്ട് എറിഞ്ഞ് പൊട്ടിച്ച് താഴത്തേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഇത് മൊത്തം റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഫോൺ ഇങ്ങനെ ഡിസ്റ്റോർഡ് ആയിട്ടുള്ള ഐഫോണിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോണുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതിൽ എൻ്റെ വാട്സപ്പ് ഉണ്ടാവും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ ഫോണുകൾ ആൾ ഓവർ വേൾഡിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ മൊത്തം റീസ്റ്റോർ ചെയ്തിട്ട് പഴയ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സാജിക്ക് സീലിംഗ് ഫാൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഷോപ്പിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാജിക്കാണോന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, വളരെ ഡിസ്കൗണ്ടിന് തരാം സാജിക്ക് ഉള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കണ്, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. ഈ എന്ത് ഈ മൈരം കാണിക്കണത് ഒന്നല്ലെങ്കിൽ കണ്ടിരുന്നു. സാജിന്റെ വീട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിന് താത്ത ഉണ്ടായിരുന്നു. അപ്പോൾ താത്തനെ കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പോൾ 36 അവിടെ വീടൊക്കെ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 36 അവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പോലെ ലൊക്കേഷനിൽ കൊണ്ടുപോയി വിട്ടു കൊടുക്കണം. 2000 റുപ്യ കൊടുത്തിട്ടാണ് ഇപ്പോൾ വീട് മൊത്തം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി സാജിക്ക് സെർവൻ്റായിട്ട് വെച്ചതാണ് സംഭവം. അപ്പം സാജി അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി അവിടെ പോയിട്ട് ഈ താത്ത എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള കുക്കിങ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. റിച്ചസ്റ്റ് പീപ്പിളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂലേ. അതുകൊണ്ട് ഇപ്പോൾ സാജി കാരണം ഇപ്പോൾ ആ താത്താക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി. ഇപ്പോൾ സംഭവം എന്താ ഞാൻ അങ്ങനെ കറുത്തു പോയത്. ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിപ്പം ഇപ്പോൾ ട്രാഫിക്കും ഉണ്ട്. ഇപ്പോൾ അവരെ പോയി എടുത്ത് കൊണ്ടുവരും വേണം. 3 മണിക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ 4:28
ദുബായത്തെ റൂട്ടത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ഇപ്പം ഞാനൊന്ന് പോയിട്ട് 36 എടുക്കട്ടെ. അപ്പോൾ എന്നിട്ട് 36 ക്ലീൻ ആക്കിയതിൻ്റെ വിശേഷം നമുക്ക് അറിയാം. ഇപ്പോൾ ഈ സാജിനെ കൊണ്ട് ആകെ ഇടങ്ങേറായിക്കണം കേട്ടോ. ഒരു ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പുതിയ മെസ്സേജ് അയച്ചിട്ട് പറയാണ് 2 കിലോന് ജീരകശാല റൈസ്, അതുപോലെ തന്നെ 3 കിലോ മട്ടൺ, പിന്നെന്താ ഗരം മസാല, 200 ഗ്രാം വെളുത്തുള്ളി, 200 ഗ്രാം പച്ചമുളക് എന്ന് പറഞ്ഞിട്ട്. എന്നാലും അവരെ ഗസ്റ്റ് ആരോ വരുന്നുണ്ട്. പുതിയ വീടുകൾ കയറി ഇരുന്നിട്ടും കൂടി ഇല്ല അവർ. എന്നിട്ട് അപ്പോത്തിന് അവർ ഓർഡർ ചെയ്യൽ തുടങ്ങി. ഇപ്പം എൻ്റെ തലയിലായപ്പോൾ എനിക്കൊരു ആകെ ബേജാറുണ്ട്. കുറേ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പേടിയില്ല താനും. ഇപ്പം എന്തായാലും ഇപ്പോൾ ആ സാധനം കൂടി മേടിക്കാം. എനിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 16 Pro Max എന്ത് ചെയ്തിരിക്കണ് അടിപിടി കൂടിയാണ്ട് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ദുബായിൽ സ്റ്റേഡിയം ലുലുവിൻ്റെ അവിടെയാണുള്ളത്. ഇവിടുത്തെയാണ് സ്റ്റേഡിയം ലുലു എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ഇവിടെ ഒരു സ്റ്റേഡിയം. ഫുട്ബോളൊക്കെ കളി നടക്കുന്ന സ്ഥലമാണ് സ്റ്റേഡിയം. സാജിക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഓടി നടന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പള്ളൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമായി കയറാം. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു ചായക്കടയിൽ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാലും എന്ത് ചെയ്ത് മമ്മൂസ് ചട്ടിനിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്ത് മമ്മൂസ് പറഞ്ഞ മേടിച്ച് ഇത് പുറത്തുനിന്ന് മേടിച്ച കൽത്തപ്പാണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് കൽത്തപ്പാണ്. മാമൂസ് തേക്കണ പണ്ടത്തെ പൂവടമായിരിക്കുന്നുണ്ട്. അപ്പം അത് കഴിക്കട്ടെ. അത് കഴിച്ചിട്ട് ഇനി വീണ്ടും ഞാൻ സാജിക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റി വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. കുറച്ച് ചൂടെടുത്തിട്ട് മൂടിയ കൈ. ഇന്നിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ സാജിൻ്റെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ്. അല്ല 36 സാധനം അവിടെ തന്നെ ഉണ്ട്. ഇത് ഫോണ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇത് കണ്ട് ഒരു iPhone 16 Pro Max. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി നീച്ചാണ്ട് കെട്ടിയോളം എന്ത് ചെയ്തിരിക്കണ് പഴയ സ്കൂളിൽ പഠിക്കണ കാമുകന് ചെറിയൊരു ഉമ്മ കൊടുത്തതാണ്. കെട്ടിയ 4-5 ഉമ്മയും പോരാത്തിന് ഫോണെടുത്ത് വലിച്ചെറിഞ്ഞു ചെയ്ത് കെട്ടിയാണ്. അപ്പോൾ ഇത് നന്നാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ സാജിൻ്റെ സീലിങ്ങിൻ്റെ ഫാന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം 3 ഫാന്, കിച്ചണിൽ ഫാന്, റൂമിൽ ഫാന്, ഹാളിൽ ഫാന്. ഇതൊക്കെ ഒന്ന് മേടിച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടൊന്ന് കിടന്നുറങ്ങണം. ഓഹ് ഭയങ്കര ചൂടാട്ടോ. എന്താ വണ്ടി സ്റ്റാർട്ടാകത്ത്? നിങ്ങളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നോളൂ കേട്ടോ. വല്ല അവീതം ഉണ്ടാക്കിയാണ്ട് രക്ഷപ്പെടും. 4 ഉമ്മാനൊക്കെ 4 തെറി പറഞ്ഞുകൊണ്ട് വൈറലായതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. ചുമ്മാ തിരുവന്നിട്ട് കമൻറ്റ് ഇട്ട് തന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഞാരും തെറി വിളിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ കെട്ടിയോൻ്റെ ഉമ്മാനെ വിളിച്ചോ. 4 തെറി വിളിച്ച് 4 പാവട പൊക്കിയാണ് കാണിച്ചു കൊടുക്കേ. വൈറലാക്. വയറ്റിലാവണ്ട, വൈറലായാൽ മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാമേ. അപ്പം ഇന്നിപ്പോൾ വേറെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് തിരിയാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ അവീതാട്ടോ. അപ്പോൾ ഇവിടെ അല്ലയിൽ നിന്നൊരു ഫോണ് എന്ത് ചെയ്തേക്കണ് അവിഹിതത്തിൽ കുടുങ്ങിയിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ അവിഹിതത്തിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫോണൊന്നും കൊണ്ടുനടക്കരുതെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പം ഇതതിൻ്റെ സ്പീക്കർ കേട്ടോ. എമ്മാതിരി അവിഹിതമാണ് നോക്കിയാൽ നിങ്ങൾ. ഇതതിൻ്റെ സ്ക്രീന്. ഇതതിൻ്റെ മോനെ കണ്ടോ അവസ്ഥ. അൺസൈക്കബിൾ. ഇപ്പം ഇതൊക്കെ റീസ്റ്റോർ ചെയ്തെടുത്ത് സെറ്റാക്കും. അപ്പം വീണ്ടും നമുക്ക് സാജിൻ്റെ കാര്യത്തിലോട്ട് പോവാം. 36 നമ്മളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നടത്തി കൊടുക്കണ്ടേ? എനിക്ക് തെറ്റല്ലേ നേരെ വിളിക്കണത്? ഒരു മിനിറ്റ്, എൻ്റെ മോള് വിളിക്കുന്നുണ്ട്. ആരാടാ ഫോൺ അടിച്ച് കളിക്കണേ? ഹലോ, ഞാൻ വരാ. ഞാനിഞ്ഞി മട്ടന് മേടിക്കണം. വണ്ടി ഇതിനെ പോവുമോ? മട്ടൻ മേടിക്കണം, പിന്നെ അരി മേടിക്കണം, പിന്നെ വേറെന്തൊക്കെ മേടിക്കേണ്ടത്?
നിങ്ങളും കൂടിയോ? ഓക്കെ, ഞാൻ വരാം. പണിയുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്താം. ഈ 2 വർക്കും കൂടി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയി. ഓക്കെ, ഞാനിവിടെ അപ്പൊ ചേരുമ്പോ എന്താ കൊണ്ടേ? എന്താ ഞാനു എനിക്ക് പെണ്ണൊരു പെണ്ണെട്ടിച്ചൂടെ? അജ്ജത്തിന് ഇങ്ങനെ വാശി പിടിക്കണ ഞാനു. പിന്നെ കിൻഡർ ജോയ് മതിയോ? ആണാ? അക്കുണ്ടോ അവിടെ? ഓക്കെ, എന്നാല് ഞാൻ ഇപ്പൊ വരാം നൈനുവാ. ഓക്കെ, എന്നാല് ലവ് യു ടു. ഏഴ് 30 ആവുമ്പോ എത്തുള്ളൂ അല്ലേ? ഓക്കെ, നിങ്ങൾ ലൊക്കേഷനിൽ ഞാൻ വന്നോണ്ട്. ഞാൻ എന്നാല് നൈഫിലാണല്ലേ? വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന നേരത്ത് വഴിവക്കിൽ നിന്നവളെ